നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. കത്ത് ചോർച്ചയിൽ മിണ്ടാട്ടം മുട്ടി CPM. വിദേശ വ്യവസായിയുമായി CPMന് അവിശുദ്ധ ബന്ധമെന്ന് MT രമേശ്. കള്ളപ്പണം വെളുപ്പിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്നും MT രമേശ്. CPM സംശയനിഴലിലെന്ന് സണ്ണി ജോസഫ്. പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണമില്ല. അതൃപ്തി പരസ്യമാക്കി G സുധാകരൻ. വലിയ ചുടുകാട്ടിൽ തനിച്ചെത്തി പുഷ്പാർച്ചന. BSന്റെ അനാരോഗ്യത്തെ തുടർന്ന് സ്ഥിരം ഉദ്ഘാടകനായിരുന്ന സുധാകരനെ ഇക്കുറി വെട്ടി നേതൃത്വം. ഷാഫി പറമ്പിലിനെതിരെ പടയൊരുക്കം. പാലക്കാട് മത്സരിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. ഷാഫി ഗ്രൂപ്പ് യോഗം വിളിച്ചെന്ന് പരാതി. KPCCയെ അതൃപ്തി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് ലേഖനം. സിദ്ധാർത്ഥ വരദരാജനും കരൺ ഥാപ്പറിനുമെതിരെ രാജ്യദ്രോഹ കേസ്. ചോദ്യം ചെയ്യലിന് 22-ന് ഹാജരാകണം. നോട്ടീസ് അയച്ച് അസം പോലീസ്. NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ. CP രാധാകൃഷ്ണനെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി. B സുദർശൻ റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. വളം, അപൂർവ ധാതു മേഖലകളിൽ സഹകരണത്തിന് പ്രതിനിധിതല ചർച്ചയിൽ ധാരണ. പ്രധാനമന്ത്രിയുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം. ആനയിറങ്ങിയത് പിള്ളത്തോട് പാലത്തിന് സമീപം. കൂട്ടത്തിലുള്ളത് 30ഓളം ആനകൾ. സംസ്ഥാനത്ത് ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ. നാഗർകോവിൽ എക്സ്പ്രസിന് ഓച്ചിറയിൽ സ്റ്റോപ്പ്. മംഗളൂരു എക്സ്പ്രസ് ശാസ്താംകോട്ടയിൽ നിർത്തും. തീരുമാനം ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ക്ഷേത്രം സെർവർ ഹാക്ക് ചെയ്യാൻ സാധ്യത. ജനം ബ്രേക്കിംഗ്. ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പൂർണ്ണ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവുകയാണ്. വിവരങ്ങൾ. നിലമ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് സ്വദേശി കൂടാതെ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കൂടിയായിട്ടുള്ള B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷം അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി പ്രതിപക്ഷം നേതാക്കൾ നടത്തിയിട്ടുള്ള കൂടിയാലോചനകൾക്കും യോഗത്തിനും ശേഷമാണ് ഇത്തരത്തിലൊരു സമവായത്തിലൂടെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ചേർന്നുകൊണ്ട്
ഒരു സ്ഥാനാർത്ഥിയെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളൂ. അതിൽ തന്നെയും ആദ്യം തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആവശ്യം കോൺഗ്രസ് അതിശക്തമായി മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ മറ്റ് പാർട്ടികളുടെ കൂടി പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സമ്മർദ്ദവും കൂടിയാലോചനയ്ക്കും ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്ന 2007 മുതൽ 2011 വരെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ആയിരുന്ന ബി സുദർശൻ റെഡ്ഡിയെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDA സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ മഹാരാഷ്ട്ര ഗവർണർ കൂടിയായിട്ടുള്ള CP രാധാകൃഷ്ണനാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ട് കക്ഷികളും, അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 21-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അന്നായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക എന്ന് കഴിഞ്ഞ ദിവസം നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അന്ന് NDA സഖ്യത്തിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഉപമുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും നേതാക്കളും എല്ലാം ചേർന്നുകൊണ്ടൊരു ശക്തി പ്രകടനമായിട്ടായിരിക്കും NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. നാമനിർദ്ദേശ പത്രിക നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്നായിരിക്കും നൽകുക എന്ന് സംബന്ധിച്ചു കൂടിയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നേതാക്കൾ അറിയിക്കും. 22-നാണ് നാമനിർദ്ദേശ പത്രികയിന്മേലുള്ള സൂക്ഷ്മ പരിശോധന. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വോട്ടെടുപ്പ് നടക്കും. അതിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കും രാജ്യസഭയിലെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവുക. വൈകിട്ട് 5 മണിക്ക്, അതായത് സെപ്റ്റംബർ 9-ന് വൈകിട്ട് 5 മണിക്ക് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി വളരെ എളുപ്പത്തിൽ തന്നെ വിജയിച്ചു കയറും. അതിനുള്ള അംഗബലം ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ പരിശോധിക്കുമ്പോൾ BJP NDA സഖ്യത്തിനുണ്ട്. എങ്കിൽ പോലും ഭരണഘടനാ സ്ഥാനമായതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയെ സമവായത്തിലൂടെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിന് മുൻപിൽ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ഉപരാഷ്ട്രപതിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാമെന്നൊരു നിർദ്ദേശം അതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. DMK-യുമായൊക്കെ സംസാരിക്കുന്ന രാജ്നാഥ് സിംഗ് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ തന്നെ വളരെ കൃത്യമായി ഒരുപക്ഷെ NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകും എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വരുന്നത്. അണ്ണാദുരൈ, അതുപോലെ തിരുച്ചി ശിവ, ഇവരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വ്യക്തിയെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് NDA സഖ്യം. തെലങ്കാനയിൽ നിന്നുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡി, ഗോവയുടെ ഫസ്റ്റ് ലോകായുക്ത കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ ഒരു പേരിലേക്ക് ഇന്ത്യ മുന്നണി എത്താനുള്ളൊരു സാഹചര്യം? ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? തെലങ്കാനയിൽ നിന്നാണല്ലോ ബി സുദർശൻ റെഡ്ഡി എത്തുന്നത്. നീലിമ, രാഷ്ട്രീയ പ്രാധാന്യം എന്നതിനപ്പുറത്തേക്ക് നിലവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളത് പ്രതിപക്ഷത്തിന് നിർബന്ധമായിരുന്നു. കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് വെച്ചൊരു നിർദ്ദേശം എന്നുള്ളത് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഭരണഘടനാ സ്ഥാനത്തേക്ക്, ഉപരാഷ്ട്രപതി എന്ന സ്ഥാനത്തേക്ക് സമവായത്തോടെ ഒരുമിച്ച് പാർലമെൻറ്റ് ഒരാളെ അയക്കണം എന്നൊരു നിർദ്ദേശം പ്രതിപക്ഷത്തിന് മുൻപിലേക്ക് കേന്ദ്ര സർക്കാർ വെച്ചിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വഴങ്ങുകയാണെങ്കിൽ അത് രാഷ്ട്രീയ തലത്തിൽ മറ്റ് പ്രചാരണങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് നരേഷനുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള നിർബന്ധത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ സ്ഥാനാർത്ഥിയെ വേണം എന്ന ആവശ്യം മുൻപോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. അതിനപ്പുറത്തേക്ക് മറ്റ് നിരവധി പാർട്ടികൾ, തൃണമൂലും സമാജ്വാദി പാർട്ടിയും DMK-യും ഉൾപ്പെടെ നിരവധി പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടും അത്തരത്തിൽ വിവിധ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഒരു പേരിലേക്ക് മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി എന്ന പേരിലേക്ക് പ്രതിപക്ഷം എത്തിയതെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മറ്റ് രാഷ്ട്രീയ പ്രാധാന്യങ്ങൾക്കപ്പുറത്തേക്ക്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട് എന്ന് നിലവിൽ കരുതാനാകില്ല. കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ തള്ളിക്കൊണ്ടാണ്, അതായത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ വെച്ചത് തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. നീലിമ. ഓക്കെ ജിഷ്ണു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം പൂർണ്ണമായിരിക്കുന്നു. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്. അതിർത്തിയിൽ സമാധാനം പുലരുന്നതായി
ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അതിർത്തിയിൽ സംഘർഷം കുറഞ്ഞതായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും വ്യക്തമാക്കി. ഗ്ലോബൽ സൗത്തിനെ ഭാരതവും ചൈനയും ചേർന്ന് നയിക്കണമെന്ന് ചൈനീസ് എംബസിയുടെ പ്രസ്താവന. റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം പുതിയ പാത തുറന്നതായി വാങ് യി. തായ്വാനുമായുള്ള സാമ്പത്തിക, സാങ്കേതിക, സാംസ്കാരിക സഹകരണം തുടരും. ചൈനീസ് വിദേശകാര്യമന്ത്രിയെ ഭാരതം നിലപാടറിയിച്ചു. അതിർത്തിയിലെ സേനാ പിന്മാറ്റവും സമാധാന ധാരണകളും തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജയശങ്കർ നിലപാടറിയിച്ചത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നിക്കണമെന്നും എസ് ജയശങ്കർ. ഭാരതവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് വാങ് യിയും അറിയിച്ചു. പരസ്പര സഹകരണത്തിലൂടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കുന്നതിന് സന്നദ്ധമെന്ന നിലപാടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അറിയിച്ചത്. അതിർത്തിയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് കാര്യമായ സംഭാവനകൾ ചൈന നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മൗണ്ട് ഗ്യാങ് റെൻപോച്ചെ തീർത്ഥാടനവും സിജാങ് മേഖലയിലെ ലോക്മാപ്പം തീർത്ഥാടനം പുനരാരംഭിച്ചതായും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. We maintained peace and tranquility in the border areas and resumed the Indian pilgrimage to the Mount Rinpoche and Lake Mapayonzo in the Xizang Autonomous Region. We showed them up confidence to dispel interference, expand cooperation, and to further consolidate the momentum of improvement and development of China-India relations so that while pursuing our respective rejuvenation, we can contribute to each other's success. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനമാണ് എസ് ജയശങ്കർ പ്രധാനമായും നടത്തിയത്. അതിർത്തിയിലെ സേനാ പിന്മാറ്റം, സമാധാന ചർച്ചകളും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും നയതന്ത്ര സംഘർഷാവസ്ഥ മറികടന്നുവെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു. The fight against terrorism in all its forms and manifestations is another major priority. I look forward to our exchange of views. Overall, it is our expectation that our discussions would contribute to building a stable, cooperative and forward-looking relationship between India and China. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഡൽഹിയിലെത്തിയത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് ജനം. യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു. റഷ്യ, യുക്രൈൻ, US ത്രികക്ഷി ചർച്ചകൾ വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വെടിനിർത്തൽ എന്നതിനപ്പുറം ശാശ്വത സമാധാനത്തിലേക്ക് എന്ന ലക്ഷ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപും മികച്ച പിന്തുണ നൽകിയെന്ന് സെലൻസ്കി ഇന്നലെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചയ്ക്കിടെ റഷ്യൻ പ്രസിഡന്റുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ശാശ്വത സമാധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചു. We just spoke to, I was just telling the president, I just spoke to President Putin indirectly, and we're going to have a phone call right after these meetings today. And we may or may not have a trilat. If we don't have a trilat, then the fighting continues. And if we do, we have a good chance. I think if we have a trilat, there's a good chance of maybe ending it. But he's expecting my call when we're finished with this meeting. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി മികച്ച ചർച്ചകളാണ് നടന്നതെന്ന് സെലൻസ്കിയും അറിയിച്ചു. യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന വാഗ്ദാനം പ്രതീക്ഷയോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. We spoke about very sensitive points. The first one is security guarantees, and we are very happy with President that all the leaders are here, and the security in Ukraine depends on the United States and on you and on those leaders who are with us in our hearts. They have been online before yesterday and etc. So a lot of countries on the side of Ukraine, our people and all of us want to finish this war, stop Russia and stop this war. We spoke about it, and we will speak more about security guarantees. This is very important that the United States gives such strong signal and is ready for security guarantees.
3.5 വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. ട്രംപുമായി നടത്തിയ ചർച്ചയിൽ സെലൻസ്കിയും പുടിനും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 15-ന് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തിയിരുന്നു. സമാധാനം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പുടിൻ ട്രംപ് സെലൻസ്കി ത്രികക്ഷി ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. വൈകാതെ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ ചേർന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ അംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് ഏകകണ്ഠമായി അംഗീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് ലേഖനമെഴുതിയ കേസിൽ സിദ്ധാർത്ഥ വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവരെ ചോദ്യം ചെയ്യാനൊരുങ്ങി അസം പോലീസ്. രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് അയച്ചു. ഓഗസ്റ്റ് 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഇരുവരും ദി വയർ ഓൺലൈൻ മാധ്യമപ്രവർത്തകരാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ദി വയർ അതുപോലെ സിദ്ധാർത്ഥ വരദരാജനും കരൺ ഥാപ്പറും നിരന്തരം രാജ്യത്തിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുക, വിദേശ രാജ്യങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഇവിടെ വാർത്തകൾ പടച്ചുവിട്ട് വലിയ അനിശ്ചിതത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നുള്ള വലിയ ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്ന രണ്ടുപേരാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ അസം പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, ഈ സിദ്ധാർത്ഥ വരദരാജനും അതോടൊപ്പം കരൺ ഥാപ്പറും ഒരു സാധാരണ മാധ്യമപ്രവർത്തകരെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദ വയർ എന്ന ഓൺലൈൻ സ്ഥാപിച്ച് ഇന്ത്യയിലെ പട്ടാളക്കാരെ, ഇന്ത്യൻ സൈന്യത്തെ, അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന രീതിയിൽ ഇവർ ലേഖനം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ചേർന്ന് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തു. സെഡിഷൻ അടക്കം ഇവർക്കെതിരെ 6 വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ രണ്ടു പേരോടും ഓഗസ്റ്റ് 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഹാജരാകാത്ത പക്ഷം അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് അസം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളതും. മുൻപും ഇവർ സമാനമായ രീതിയിൽ രാജ്യവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചും രാജ്യത്തിനെതിരായി ലേഖന പരമ്പരകൾ എഴുതിയും വാർത്തകൾ പ്രസിദ്ധീകരിച്ചും കുപ്രസിദ്ധി നേടിയ 2 മാധ്യമപ്രവർത്തകരാണ് കരൺ ഥാപ്പറും സിദ്ധാർത്ഥ വരദരാജനും. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്ന്. വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാനും സാധിക്കും. സെക്യൂരിറ്റി സംവിധാനത്തിന്റെ അഭാവം ഭക്തരുടെ സ്വകാര്യ വിവരങ്ങൾ ചോരാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജനം ബ്രേക്കിംഗ്. വിവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനാണ് സുരക്ഷാ സംവിധാനം ഇല്ലാത്തത്. വെബ്സൈറ്റുകളുടെ സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവറിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. വഴിപാടും മറ്റ് ആവശ്യങ്ങൾക്കുമായി വെബ്സൈറ്റിലൂടെ പണമിടപാടുകൾ നടത്തുന്ന വ്യക്തികളുടെ സ്വകാര്യതയും ഇതിലൂടെ ഹാക്കർമാർക്ക് കൈക്കലാക്കാൻ സാധിക്കും. അതായത് വ്യക്തികളുടെ ബാങ്ക്, ക്രെഡിറ്റ് കാർഡ് മുതലായ വിവരങ്ങളും വ്യക്തിപരമായ രേഖകളും ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കൈക്കലാക്കാൻ സാധിക്കും. വെബ്സൈറ്റിന്റെ സെർവറിന്റെയും സുരക്ഷയ്ക്കായി സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്നിരിക്കെയാണ് അധികൃത ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥ. പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും അതിസുരക്ഷാ മേഖലയാണ്. ഇവിടെ അതിപ്രധാന രേഖകളും തന്ത്രപ്രധാനമായ വിവരങ്ങളും അടങ്ങുന്ന സെർവറുകൾക്കും വെബ്സൈറ്റിനും സൈബർ സുരക്ഷ ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഗുരുതര പിഴവാണ്. കഴിഞ്ഞ മാസം ക്ഷേത്രത്തിലെ പ്രധാന സെർവർ അജ്ഞാത സംഘം ഹാക്ക് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ച ചർച്ചയാകുന്നത്. ജനം, തിരുവനന്തപുരം. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വീണ സ്ത്രീയെ രക്ഷിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു സംഭവം. എറണാകുളം റെയിൽവേ ഡിപ്പോ ഇലക്ട്രിക്കൽ ജീവനക്കാരൻ രാഘവൻ ഉണ്ണിയാണ് സ്ത്രീയെ രക്ഷിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണിതിരുകി മോഷണം നടത്തിയ ആളെ പിടികൂടി. ആക്കുളം സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധയുടെ സ്വർണ്ണമാലയും മോതിരവുമാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ പ്രതി പിടിച്ചെടുത്തത്. ശ്രീനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. തിരുവനന്തപുരം ഉള്ളൂരിലാണ് വൃദ്ധയെ തുണി വായിൽ തിരുകി കെട്ടി മോഷണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഉള്ളൂർ ജംഗ്ഷനിലുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഷോപ്പ്, ഈ ഒരു ബേക്കറിയിലാണ് ഈ ഒരു മോഷണം നടത്തിയ യുവാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ പേര് മധുവെന്നാണ്. അയാൾ ഉള്ളൂർ സ്വദേശിയാണ്. ഈ ഷോപ്പിൽ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതിനു ശേഷം റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. അയാൾ ഈ ഒരു ഷോപ്പിന് തൊട്ട് മുകളിലായുള്ള ഒരു 2 അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന, വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന സ്ത്രീയായ ഉഷാകുമാരി, ആ ഉഷാകുമാരിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ആ സ്ത്രീയുടെ മുറിയിൽ പോവുകയും അവരെ TV കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെ ബലമായി പിടിച്ച് കട്ടിലിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും തുണി മുഖത്ത് വാരി മുറുക്കുകയും ഒക്കെ ചെയ്തു. ശേഷം ഇയാളൊരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ആ മുറിയിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും. ശേഷം അയാൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതുപോലെ തന്നെ വിരലുണ്ടായിരുന്ന മോതിരവും അപഹരിക്കുകയുമായിരുന്നു ചെയ്തത്. മോഷണ ശ്രമം നടത്തി. അപ്പോൾ അവർക്ക് നിരവധി പരിക്കുകളേറ്റു. ഈ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ചേട്ടൻ്റെ ബേക്കറിയിലാണ് ഈ മധു എന്ന് പറയുന്ന ആൾ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ മുൻപ് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ഉയർന്നിരുന്നു? ഇതുവരെയായിട്ടും ഇയാളെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഈ ലോക്കൽ ഇതാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ട് ഇയാളെക്കുറിച്ച് പറയാനുള്ളൂ. കുറച്ച് ആൽക്കഹോളിക്കാണ്, അല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇയാൾ ഒത്തിരി തരക്കേടില്ലാത്ത റെപ്യൂട്ടേഷൻ ഉള്ളൊരു ഇത് തന്നെയാണ്. നല്ല ഫാമിലി ഇതുണ്ട്, മക്കൾക്ക് നല്ല ജോലി, ഗവൺമെൻറ് ഒരാൾ ഗൾഫിൽ. ഇയാൾ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്. വലിയ ബാധ്യതയോ അങ്ങനെയൊന്നുമില്ല, ചെറിയ കടങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ഷോപ്പിൽ ഇയാൾ ജോലിക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഒരു 7 മാസമായി കാണാം. ഈ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ, മോഷണം നടത്തി ഉഷാകുമാരി, ആ സ്ത്രീയെ അറിയാവോ? ഇവിടെ മേളിൽ താമസിക്കുന്നതാണ്. വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. ഇവരുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടതായിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ല, അവരങ്ങനെ ആരുമായിട്ടും അങ്ങനെ സംസാരിക്കുന്നതിലൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവരവരുടെ സ്വന്തം കാര്യം ഇതായിട്ട് രാവിലെ പുറത്തു പോകുന്നു, പിന്നെ ഉച്ചയ്ക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങി വന്നു. ഇയാൾ മേളിലോട്ടൊക്കെ കയറുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഈ സ്റ്റെപ്പ് കയറ്റി വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ അല്ലാതെ ഒരു കോൺവെർസേഷൻ ഇതായിട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും. എന്തായാലും ഈ ഒരു വ്യക്തി മധു എന്ന് പറയുന്ന വ്യക്തിയെ യാതൊരു ഒരു ചീത്ത സ്വഭാവമുള്ളതായിട്ട് ഇവിടെ ആർക്കും തന്നെ അറിയില്ല എന്നാണ് നമ്മൾ കുറച്ചു മുൻപ് നാട്ടുകാരോടും അതുപോലെ തന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു യുവതിയെ ഇത്തരത്തിൽ മോഷണ ശ്രമം നടത്തിയത്, യുവതിയോട് ഇത്തരത്തിലൊരു പരാക്രമം നടത്തിയെന്നൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. കാരണം ഈ സ്ത്രീയും യുവാവും തമ്മിൽ യാതൊരു പരിചയവുമില്ല, മുൻ ബന്ധങ്ങളോ ഒന്നും തന്നെ പ്രാഥമിക അറിവിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനാണ്. ചേട്ടാ, നേരത്തെ അറിയാമോ ഈ മധു എന്ന് പറയുന്ന ആളിനെ? ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് മുൻപ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് അറിയാം? ഒരു പ്രശ്നമില്ല പുള്ളിക്കാരൻ. നമുക്ക് പണ്ട് വന്ന നാളെ മുതൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോഴത്തെ കടയിൽ ചായ അടിക്കാൻ നിൽക്കുന്നതാണ്. ചെല്ലമ്മ ചായ അടിച്ച് തരും, വട കാര്യങ്ങൾ, പിന്നെ പുള്ളിക്ക് ലോക്കൽ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് കളിച്ച് തിരിച്ച് നിൽക്കും. അല്ല വേറെ ഈ പ്രശ്നം നടന്ന ദിവസം ഇയാൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പെട്ടെന്ന് അയാൾ അപ്പോൾ മദ്യപിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു ഇതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം ആ ഒരു മോഷണം നടത്തിയിട്ടുണ്ടാവുക? എന്താണ് മിക്കവാറും അതിനായ സാധ്യത. കാരണം പുള്ളി വെള്ളം അടിക്കും, അല്ല വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് നിന്നപ്പോഴത്തേക്കാണ് പുള്ളി അപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടത്. പിന്നെ വന്ന് കട തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയെ കാണാനില്ല. പിന്നെ ഒരു 3:30 മണിയായപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ പയ്യനും മൂളത്തെ നമ്മളെ ഓണർ അനിയനും കൂടെ വന്ന് പറയുന്നത് ഇതുപോലെ ഒരു റോബറി നടന്ന് അവിടെ അപ്പുറത്തെ അമ്മച്ചി ഇതുപോലെ കെട്ടിയിട്ട് മാലയും കമ്മലും എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു ഒന്ന് പറയണത്. എന്തായാലും അന്ന് ഈ ഒരു മോഷണം നടന്ന ദിവസം, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മധു എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ബസ് സ്റ്റോപ്പിൽ തന്നെ അയാൾ ഉണ്ടായിരുന്നു.
ആ ഒരു ബസ് സ്റ്റോപ്പിൽ എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിലേക്ക് മുതിർന്നതെന്നൊരു ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ആ സ്ത്രീക്ക് പരിക്കുകളുണ്ട്, മുഖത്തും ചുണ്ടിലുമായി നിരവധി പരിക്കുകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ 1.5 പവൻ്റെ മാലയും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരവുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണങ്ങളെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ക്യാമറാമാൻ രഞ്ജിത്തിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവികളുടെ പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തി പ്രിൻസിപ്പൽ. സാമൂഹ്യമാധ്യമങ്ങളിലൂടെയോ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയോ പ്രതികരണം നടത്താൻ പാടില്ലെന്നും നിർദ്ദേശം. ചട്ടലംഘനമുണ്ടായാൽ കർശന നടപടിയെന്നും വകുപ്പ് മേധാവികൾക്ക് പ്രിൻസിപ്പൽ മുന്നറിയിപ്പ് നൽകി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന്റെയും സമൂഹമാധ്യമ പോസ്റ്റ് ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കിയതോടെ ആണ് ഈ നീക്കം. സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ പരസ്യപ്രതികരണം നടത്തരുതെന്നാണ് വകുപ്പ് മേധാവികൾക്കുള്ള നിർദ്ദേശം. വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കരുതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകി. ഇന്നലെ ചേർന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് പ്രിൻസിപ്പലിന്റെ മുന്നറിയിപ്പ്. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസോട്ടോ പൂർണ്ണപരാജയമെന്ന് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു. ആരോഗ്യവകുപ്പിനെതിരെയുള്ള മോഹൻദാസിന്റെ പോസ്റ്റ് വലിയ നാണക്കേടുണ്ടാക്കി. ഇതോടെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടുകയും ഡോക്ടർ മോഹൻദാസിന് മെമ്മോ നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവികളുടെ യോഗം വിളിക്കുകയായിരുന്നു. ഈ യോഗത്തിലാണ് വകുപ്പ് മേധാവികൾക്ക് പരസ്യപ്രതികരണം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന് സൂചിപ്പിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരത്തെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കടുത്ത പ്രതികാര നടപടിയാണ് ആരോഗ്യവകുപ്പ് ഹാരിസ് ചിറക്കലിനോട് സ്വീകരിച്ചത്. ജനം, തിരുവനന്തപുരം. CPM പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ. പാർട്ടിക്കെതിരെ ആരോപണമുയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം മൗനം പാലിക്കുകയാണ്. ഷെർഷാദിന് പിന്നിൽ EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. ഷെർഷാദിന്റെ പരാതിക്ക് പുറമെ മറ്റു പരാതികളും കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുള്ളതായി വിവരം. അതേസമയം കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദന് നിർണായകമാണ്. പാർട്ടിക്കെതിരെ എന്താരോപണങ്ങൾ ഉയർന്നാലും ഒറ്റക്കെട്ടായി തിരിച്ചടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന നേതാക്കൾ കത്ത് വിവാദത്തിൽ മൂകവാത്മീകമാണ്. ചോർന്ന പരാതി പാർട്ടിയെ പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്നത് വ്യക്തം. പാർട്ടി അകത്തളങ്ങളിൽ നിന്നും ഉടലെടുത്ത കുടിപ്പക പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ തുറക്കുമോ എന്ന നേതാക്കൾക്കിടയിലെ ആശങ്ക. തമ്മിൽ പോരാടുന്ന രാജേഷ് കൃഷ്ണയെയും മുഹമ്മദ് ഷെർഷാദിനെയും തള്ളാനും കൊള്ളാനും കഴിയാതെ CPM വെട്ടിലായിരിക്കുന്നത്. MV ഗോവിന്ദനെതിരെ അവസരം കാത്തിരിക്കുന്ന EP ആണോ കത്തിന് പിന്നിലെന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. മുൻ മന്ത്രിസഭ നിലവിലെ മന്ത്രിമാരും വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്ക് ബന്ധമുള്ളതായി കോടതി നൽകിയ രേഖയിൽ നിന്നും വ്യക്തമാണ്. സാമ്പത്തിക ഇടപാടുകൾ അടങ്ങുന്ന രേഖ ആധികാരികമായി കഴിഞ്ഞാൽ പാർട്ടി വെട്ടിലാകും. അതേസമയം സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് പല പരാതികളും PBക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് വിവരം. കത്ത് വിവാദത്തിൽ പാർട്ടി നേതാക്കളും സംസ്ഥാന സെക്രട്ടറിയും മൗനം പാലിക്കുമ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദനും പാർട്ടി വിരുദ്ധർക്കും ഒരുപോലെ നിർണായകമാകും. ജനം, തിരുവനന്തപുരം. കത്ത് വിവാദത്തിൽ CPMനെതിരെ ആഞ്ഞടിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു. കത്ത് വ്യാജമാണെന്ന് പറയേണ്ടത് CPM അഖിലേന്ത്യാ നേതൃത്വമാണെന്നും കത്തിലെ പരാതി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നും MT രമേശ് പറഞ്ഞു. CPM നേതാക്കളുടെയും മന്ത്രിമാരുടെയും ലണ്ടൻ യാത്രയുടെ വിവരങ്ങൾ പുറത്തുവിടണം. അതേസമയം സർക്കാർ പദ്ധതികളിൽ വിദേശ കമ്പനികളെ ഉൾപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ പരാതി ഒറിജിനലാണോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ എന്ന് പറയേണ്ടത് CPM ആണല്ലോ. ഒറിജിനലാണെങ്കിൽ ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിന്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ വ്യവസായികൾ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെതല്ല. ആ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായൊരു പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ ചില പദ്ധതികൾക്ക് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള കടലാസ് കമ്പനികൾ പണം സമാഹരിക്കുന്നു. ആ പണം മുഴുവനായി ഈ പദ്ധതി നിർവഹണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല. അതിൽ CPMന്റെ നേതാക്കന്മാർക്ക് കമ്മീഷൻ കിട്ടുന്നു, ചില മന്ത്രിമാർക്ക് കമ്മീഷൻ കിട്ടുന്നു. ഇതാണ് പരാതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. കത്ത് വിവാദത്തിൽ CPMന് ഉത്തരം മുട്ടിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിഷേധിക്കാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, അവഗണിക്കുക, അസംബന്ധമെന്ന് പറയുക എന്ന കുബുദ്ധിയാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളതെന്നും സണ്ണി ജോസഫ് കോട്ടയത്ത് പ്രതികരിച്ചു.
CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അവരുടെ പാർട്ടി പ്രവർത്തകൻ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ ഹാജരാക്കിയ രേഖകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. നിഷേധിക്കാൻ അവരുടെ പക്കൽ യാതൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെ അവഗണിക്കുക, ഇത് അസംബന്ധം എന്ന് പറയുക എന്ന ഒരു കുബുദ്ധിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. CPM കത്ത് വിവാദത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറി CPM നേതാവ് P. ജയരാജൻ. വിവാദങ്ങൾക്ക് അല്പായുസ് എന്ന് പ്രതികരണം. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും P. ജയരാജൻ പറഞ്ഞു. CPM-നെതിരെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ അല്പായുസുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അതേപോലെ ഈ കത്ത് വിവാദവും അല്പായുസ് മാത്രമുള്ളൊരു കാര്യമായി കെട്ടടങ്ങും. അതാണ് സംബന്ധിച്ച് പറയുന്നത്. അതെ, പലതും പറയും. നിങ്ങൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങൾ CPM വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അവസാനം ഉണ്ടാകും. CPM കത്ത് വിവാദത്തിൽ പ്രതികരിച്ച് MV ജയരാജനും രംഗത്തെത്തി. വിഷയം ഒരു പാർട്ടി പ്രശ്നമല്ല, രണ്ടാളുകൾ തമ്മിലുള്ള തർക്കം മാത്രമെന്ന് പ്രതികരണം. ഷർഷാദിന്റെ ആരോപണങ്ങളിൽ ഒരു CPM നേതാവിനും പങ്കില്ലെന്നും MV ജയരാജൻ പ്രതികരിച്ചു. പച്ചക്കള്ളങ്ങൾക്ക് അല്പായുസ് മാത്രമാണ് ഉള്ളതെന്നും ഷർഷാദിനെതിരെ ഭാര്യ നൽകിയ പരാതി ആദ്യം പരിശോധിക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് P. കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിക്കാതിരുന്നതിൽ G. സുധാകരന്റെ പ്രതിഷേധം. വലിയ ചുടുകാട്ടിൽ തനിച്ചെത്തി പുഷ്പാർച്ചന നടത്തി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. BS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മോശമായ ശേഷം കഴിഞ്ഞ വർഷം വരെ G. സുധാകരനായിരുന്നു അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടകൻ. എന്നാൽ ഇത്തവണ സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. ഈ സാഹചര്യത്തിൽ വലിയ ചുടുകാട്ടിൽ ഒറ്റയ്ക്കെത്തിയാണ് സുധാകരൻ P. കൃഷ്ണപിള്ളയ്ക്ക് ആദരമർപ്പിച്ചത്. ഒരു ഇടവേള കൂടി. ഭാരതത്തിന്റെ ഹൃദയഭൂവിലൂടെ ആത്മീയ ഭാരതത്തിന്റെ ഹൃദയഭൂമിയാണ് മധ്യപ്രദേശ്. തീർത്ഥാടന കേന്ദ്രങ്ങളും പൈതൃക സ്മാരകങ്ങളും ഒരുപോലെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. സാംസ്കാരിക സ്വത്വം സംരക്ഷിച്ചുള്ള ആത്മീയ ടൂറിസമാണ് സംസ്ഥാനത്തിൻ്റേത്. സമ്പന്നമായ ആത്മീയ ഭൂമികയാണ് മധ്യപ്രവിശ്യ. മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവിന്റെ ദീർഘവീക്ഷണത്തിൽ പുണ്യ ഇടങ്ങളുടെ പുനർജീവനത്തിന് ആത്മീയ ടൂറിസത്തിനൊപ്പം വേഗം കൂടുന്നു. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഉത്തേജനം ഊർജിതമാക്കാനും ആത്മീയ ടൂറിസം ഉതകുന്നു. പുതിയ ആത്മീയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട്. ആത്മീയ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മധ്യപ്രദേശിനെ മാറ്റുകയെന്ന ലക്ഷ്യമാണ് സർക്കാരിൻ്റേത്. ഉജ്ജയിനിലെ മഹാകാലേശ്വര ക്ഷേത്രത്തിന് ചുറ്റും വികസിപ്പിച്ച ആത്മീയ കേന്ദ്രമാണ് ശ്രീ മഹാകാൽ മഹാലോക്. സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം സന്ദർശക അനുഭവവും വ്യത്യസ്തമാകുന്നു. സമാനമായി ഇൻഡോറിലെ ഓംകാരേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശവും വികസന പുനർജീവന പദ്ധതിയിലാണ്. സലഗൻപൂരിലെ ശക്തി ക്ഷേത്രവും തീർത്ഥാടകർക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വികസിപ്പിച്ചു. പ്രധാന ആത്മീയ കേന്ദ്രമായി പ്രദേശം മാറിക്കഴിഞ്ഞു. ശ്രീ ഹനുമാൻ ലോക് ശാന്തവും ആത്മീയ സമ്പന്നവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. ശ്രീരാമനുമായും ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി വികസിപ്പിക്കുകയാണ് മോഹൻ യാദവ് സർക്കാർ. ശ്രീരാമചന്ദ്രനെ രാജാവായി ആരാധിക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് ഓർച്ചയിലെ രാമരാജ് ലോക്. ക്ഷേത്രത്തിന് അനുബന്ധമായി സർക്കാർ വികസിപ്പിച്ച രാമരാജ് ലോക് ഇടനാഴി ശ്രീരാമന്റെ വനവാസകാലത്തെ സംഭവങ്ങൾ ചിത്രീകരിക്കുന്നു. സാഗറിലെ സന്ത് രവിദാസ് ലോകിൽ ഗവേഷണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു. ദാത്വാമാതാ ലോകിലെ ആയുർവേദ ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾ പ്രദേശത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി. ഇൻട്രാ സ്റ്റേറ്റ് എയർ ടാക്സി സർവീസുകൾ ഇവിടെ വിജയകരമാണ്. എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കാനും അന്തർ സംസ്ഥാന വ്യോമ സർവീസ് വികസിപ്പിക്കാനുമാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. എല്ലാ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാനും പദ്ധതിയുണ്ട്. എല്ലാ നഗരങ്ങളിലും
ഗീതാഭവൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പുരാതന ബുദ്ധ കേന്ദ്രമായ സാഞ്ചി സ്തൂപം ഉൾപ്പെടെ പ്രധാന ബുദ്ധ ജൈന മതകേന്ദ്രങ്ങളും ഭാഗികമായി സംരക്ഷിക്കുന്നുണ്ട്. പുണ്യ പവിത്ര നർമ്മദാ തീരത്തെ തീർത്ഥാടന പരിക്രമയ്ക്ക് ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും സംസ്ഥാനത്ത് എത്തുന്നത്. നർമ്മദ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ നദികളുടെയും പുനർജീവനവും സംരക്ഷണവും സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയങ്ങളാണെന്നതിൽ സംശയമുണ്ടാകില്ല. മാ നർമ്മദയ്ക്ക് ചുറ്റും വികസിക്കുന്ന ഗ്രീൻ ബെൽറ്റ് തന്നെ ഉദാഹരണം. ആത്മീയ നഗരമായി വികസിക്കുന്ന ഉജ്ജയിൻ 2028 സിംഹസ്ഥ കുംഭമേളയ്ക്കായി ഒരുങ്ങുകയാണ്. അങ്ങനെ കണ്ടാലും കണ്ടാലും തീരാത്തത്ര ആത്മീയ കാഴ്ചകളാണ് മധ്യപ്രദേശിലേത്. കൊച്ചിയിലും കോട്ടയത്തും ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന പേരിൽ പുതിയ ഫാഷൻ സാരി ബ്രാൻഡ് അവതരിപ്പിച്ച് ഷീമാട്ടി. കൂടാതെ വെഡ്ഡിംഗ് മാറ്റേഴ്സും ഓപ്പറേഷൻ സിന്ദൂറിനെ അനുസ്മരിച്ച് സിന്ദൂർ കളക്ഷനും ഒരുക്കിയിട്ടുള്ളതായും ഷീമാട്ടി CEO ബീന കണ്ണൻ. ഓഗസ്റ്റ് 20, 21 തീയതികളിലാണ് പുതിയ ബ്രാൻഡുകളുടെ ഉദ്ഘാടനം നടക്കുക. കൊച്ചി ഷീമാട്ടിയിൽ 38,000 സ്ക്വയർ ഫീറ്റിലും കോട്ടയം ഷീമാട്ടിയിൽ 20,000 സ്ക്വയർ ഫീറ്റിലുമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ പുതിയ ഷോറൂമുകൾ ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 21 തന്നെ ഷീമാട്ടി യങ് ഷോറൂമുകളായ തിരൂർ, പാല, കാലിക്കറ്റ്, ഷീമാട്ടി സെലസ്റ്റ് ഷോറൂമുകളായ പാല, ഷീമാട്ടി ക്രാഫ്റ്റഡ് ഷോറൂമായ കോഴിക്കോട് എന്നിവിടങ്ങളിലും ഈ എക്സ്ക്ലൂസീവ് സാരി ബ്രാൻഡ് ലഭ്യമാവും. അതോടൊപ്പം തന്നെ സിന്ദൂർ കളക്ഷൻ എന്ന പ്രത്യേക ഓണം കളക്ഷൻസും ഒരു വിവാഹത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് വെഡ്ഡിംഗ് മാറ്റേഴ്സ് എന്ന ബ്രാൻഡും ദി സെലസ്റ്റ് എന്ന ബ്രാൻഡും കോട്ടയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ ആദരിക്കുക ലക്ഷ്യമിട്ടാണ് സിന്ദൂർ കളക്ഷൻസ് എന്ന ബ്രാൻഡ് അവതരിപ്പിക്കുന്നതെന്ന് ഷീമാട്ടിയുടെ സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു. സിന്ദൂർ കളക്ഷൻസ് നമ്മുടെ യുദ്ധമുഖത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വേരിയസ് കൾച്ചേഴ്സ്, വേരിയസ് ട്രഡീഷൻ, റിലീജിയൻ, നമ്മുടെ സോള്, നമ്മുടെ സ്പിരിറ്റ്, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ കൾച്ചറിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിന്ദൂർ എന്ന പേര് വന്നിരിക്കുന്നത്. യുദ്ധമുഖത്ത് നമ്മുടെ മേജർ സ്ത്രീകൾ പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സുഖമായി കിടന്നുടങ്ങാൻ അവരും നമ്മളെ സഹായിച്ചു. അതിന് അവർ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സിന്ദൂർ കളക്ഷൻ. സോ ഇതിൽ എല്ലാ റിലീജിയനുമുണ്ട്, എല്ലാ സ്പിരിറ്റുമുണ്ട്, എല്ലാവരുടെയും സോളുമുണ്ട്, എല്ലാ കൾച്ചറുമുണ്ട്. ഇവരെല്ലാം ഇന്ത്യ മുഴുവനും ഏത് സ്റ്റേറ്റിൽ പോയാലും സാരിയുണ്ട്. ഈ കൾച്ചറിനെ എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പല ഡ്രോയിങ്ങുകളും സ്കെച്ചുകളും ഒക്കെയായി വളരെ മോഡേൺ ആയിട്ടാണ് ഈ സിന്ദൂർ കളക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 200-ലധികം സാരി ട്രഡീഷനുകളിൽ നിന്നും ട്രഡീഷണൽ, ഫ്യൂഷൻ, മോഡേൺ ഡിസൈനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 1,00,000-ലധികം സാരികളാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡിന് കീഴിൽ ഒരുക്കിയിരിക്കുന്നത്. 275 മുതൽ വിവിധ സ്റ്റൈലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികൾ ലഭ്യമാവും. ആദ്യ ഭാഗമായി കേരളത്തിലുടനീളവും പിന്നീട് പാൻ ഇന്ത്യൻ തലത്തിലേക്കും വിപുലീകരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ജനം, കൊച്ചി. ഭീമ ജ്വല്ലറിയുടെ തിരുവനന്തപുരത്തെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം കാജൽ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ജ്വല്ലറി ഷോറൂം എന്ന നേട്ടമാണ് ഇതോടെ ഭീമ കൈവരിക്കുന്നത്. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ തുടങ്ങി നവീന രീതിയിലുള്ള ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയുമായി ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. 100 വർഷത്തെ ഭീമയുടെ ജൈത്രയാത്രയിൽ ഒരു നേട്ടം കൂടിയാണ് ഇത്. ഡിസൈനിലും ട്രെൻഡിലും മുന്നിൽ നിൽക്കുന്ന ആഭരണങ്ങളുടെ ശ്രേണിയിലെ പ്രധാന കേന്ദ്രമായിരിക്കും ഭീമയെന്ന് ചെയർമാൻ ഡോക്ടർ BR ഗോവിന്ദൻ പറഞ്ഞു. അത്യാധുനികവും വിശാലവുമായ ഗോൾഡ് ഷോപ്പിംഗ് അനുഭവത്തിന് തിരുവനന്തപുരം ഭീമ മറ്റൊരു അവസരം കൂടിയാണ് നൽകുന്നത്. പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഭീമയുടെ പുതിയ ഷോറൂം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 4 വരെ ഭീമ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. ഗുരുതരമായി ആരോഗ്യ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് ആന ചരിഞ്ഞത്. കൊല്ലം ചടയമംഗലത്ത് ഉത്സവത്തിനിടെ കുഴഞ്ഞു വീണിരുന്നു. കേരളത്തിലെ പ്രമുഖ ആനകളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. നിരവധി ആരാധകരുള്ള ആനയായിരുന്നു. തൃശൂർ ചൊക്കനയിൽ കാട്ടാന ആക്രമണം. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ മാനേജറുടെ ബംഗ്ലാവ് കാട്ടാന ആക്രമിച്ചു.
അടുക്കളയ്ക്കുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വീണ സ്ത്രീയെ രക്ഷിച്ചു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു സംഭവം. എറണാകുളം ഡിപ്പോയിലെ ഇലക്ട്രിക്കൽ ജീവനക്കാരൻ രാഘവൻ ഉണ്ണിയാണ് സ്ത്രീയെ രക്ഷിച്ചത്. നിലമ്പൂരിൽ നിന്ന് പുലർച്ചെ 12:45-എത്തിയ രാജറാണി എക്സ്പ്രസിലെ യാത്രക്കാരിയാണ് ഇലക്ട്രിക്കൽ ജീവനക്കാരന്റെ സമയോചിതമായ ഇടപെടലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. യമുന നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. ഡൽഹി നഗരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിൽ 206 മീറ്ററാണ് യമുനയിലെ ജലനിരപ്പ്. തീരദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്ക് ഭക്ഷണം, കുടിവെള്ളം, മരുന്നുകൾ എന്നിവ നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. നിലവിൽ ഡൽഹിയിൽ പ്രളയ സാഹചര്യമില്ലെന്നും രേഖാ ഗുപ്ത കൂട്ടിച്ചേർത്തു. पानी का लेवल सुबह थोड़ा 206 को टच होने वाला था, तब ये पानी यहाँ तक आया है, परंतु इससे आगे नहीं आया. ये हमारे लिए सही साइन है. और मैंने पूरा कंट्रोल रूम में भी चेक किया है. पूरी तादाद में जिसमें पानी आ रहा है उसी प्रकार से आगे निकल रहा है. ഹൈക്കോടതിയിൽ മരപ്പട്ടി കയറിയതിനെ തുടർന്ന് സിറ്റിംഗ് നിർത്തിവെച്ചു. ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുറിയിൽ ഇന്നലെ രാത്രിയാണ് മരപ്പട്ടി കയറിയത്. മരപ്പട്ടി വിസർജിച്ചതിനെ തുടർന്നുള്ള രൂക്ഷഗന്ധം മൂലം ഇന്ന് രാവിലെ കോടതി നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ മരപ്പട്ടിയെ പിടികൂടി. കോടതി മുറിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. കണ്ണൂർ പാറക്കണ്ടി ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചു മോഷണം. ബിവറേജസ് ഔട്ട്ലെറ്റിന് പുറമെ 2 കടകളുടെയും പൂട്ടുകൾ പൊളിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കടമുറികൾ തുറക്കാനെത്തിയവരാണ് പൂട്ടുകൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പൂട്ടും തകർത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. CCTV പരിശോധിച്ചതിൽ നിന്ന് 2 പേർ മുഖം മറച്ച് ബിവറേജസിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. കയറിയവർ ക്യാഷ് കൗണ്ടറിനുള്ളിൽ പണമുണ്ടോ എന്ന് നോക്കുകയും മദ്യക്കുപ്പികൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സമീപത്തെ കടകളുടെ പൂട്ടുകൾ തകർത്തെങ്കിലും പണം മോഷണം പോയിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. വരുമ്പോൾ കുറച്ച് ഷട്ടർ കുറച്ച് ഹൈറ്റിൽ പൊന്തിച്ച് വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബാക്കിലോട്ട് വന്ന് നോക്കുമ്പോൾ അകത്ത് കയറിയ പോലെ കണ്ട്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല. നമുക്ക് പൈസ ഒന്നും ഇവിടെ ഇപ്പം വെക്കാറില്ല. മുന്നേ കടയിൽ കള്ളം കയറിയതുകൊണ്ട് അതിനുശേഷം പൈസ ഒന്നും ഇപ്പോൾ ഇവിടെ വെക്കാറില്ല. ഇപ്പോൾ ഏകദേശം 3 കടകളും ബീവറേജിലും കയറിയിട്ടുണ്ട്. അതേസമയം സംഭവസ്ഥലത്ത് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനം, കണ്ണൂർ. സംസ്ഥാനത്ത് ഓണക്കിറ്റ് ഈ മാസം 26 മുതൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക AAY വിഭാഗത്തിനും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ്. കിറ്റിൽ 14 ഇന സാധനങ്ങളാണ് ഉള്ളത്. സെപ്റ്റംബർ 4-ന് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം 26 മുതൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ, സാധാരണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ വിൽപ്പന ഉണ്ടാകുന്നതല്ല. എന്നാൽ ഇത്തവണ അടക്കമുള്ള ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കടയിലേക്ക് വരാൻ കഴിയാത്തവർക്കും വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാണ് കുറച്ച് ബാധ്യത എടുത്തുകൊണ്ടാണെങ്കിലും ഈ ഓണക്കാലത്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണക്കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നാണ് പരാതി. ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. ബോഡി ബിൽഡിംഗ് സെന്റർ ജിൻഡോ ലീസിന് നൽകിയിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നു കയറിയത്. ഇന്നലെ പുലർച്ചെ 1 മണിക്കാണ് അതിക്രമിച്ചു കയറി മോഷണം നടത്തിയതെന്നാണ് പരാതി. കോഴിക്കോട് ഒളവണ്ണ ഒടുമ്പ്രയിൽ തെരുവുനായ ആക്രമണം. 6 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർക്ക് കടിയേറ്റു. മുഹമ്മദ് സഹൽ, ഉമ്മയായ സന യാസിർ എന്നിവർക്കാണ് കടിയേറ്റത്.
കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് നായയുടെ ആക്രമണമുണ്ടായത്. കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. സന യാസറിന്റെ 2 കാലുകൾക്കുമാണ് കടിയേറ്റത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടി. മേഖലയിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ 7 പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിനിടയായത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണിക്കിടയിൽ വൈദ്യുതി ജീവനക്കാരന് ഷോക്കേറ്റു. കാഞ്ഞിരക്കോട് കൊടുമ്പു സ്വദേശി പ്രസാദിനാണ് പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ട്രാൻസ്ഫോമറിന്റെ ഗ്രില്ലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജോലിക്കിടെയാണ് അപകടം ഉണ്ടായത്. കൂടെയുണ്ടായിരുന്നവർ ലൈനിന് മുകളിൽ നിന്നിരുന്ന പ്രസാദിനെ കയർ കെട്ടി താഴെയിറക്കി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.